ഈ ലോകജീവിതം രാത്രിക്ക് സമാനമായി കഴിച്ചുകൂട്ടുന്ന ദൈവമക്കളുടെ രാത്രി മാറി നമുക്കൊരു പകല് വരാൻ പോകുകയാണ്. ലോകജീവിതം പകലിന് സമാനമായി കഴിച്ചുകൂട്ടുന്നവൻ്റെ പകല് മാറി ഭീകരമായ ഒരു രാത്രി വരാൻ പോകുകയാണ്. വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 9:4 നമ്മുടെ കർത്താവ് പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരും. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകും. യെശയ്യാപ്രവചനം 21 അധ്യായത്തിൽ കാവൽക്കാര രാത്രി എന്താ എന്ന് സേരിൽ നിന്നൊരു വിളിച്ചു ചോദിക്കുന്നു. അവന് കാവൽക്കാരൻ്റെ മറുപടി, പ്രഭാതവും പ്രദോഷവും വരുന്നു, രാത്രിയും പകലും വരുന്നു. അതങ്ങനെ രാത്രിയും പകലും വരുന്നത്? ഇതാ നമ്മളിപ്പോൾ സന്ധ്യ കഴിഞ്ഞ് രാത്രിയിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണ്. പക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ പകലിലേക്ക് പ്രവേശിക്കുകയാണ്. നാം രാത്രിയിലേക്ക് കയറുമ്പോൾ അവർ പകലിലേക്ക് വരും. ഒരേ ഭൂഗോളത്തിൽ 2 സ്റ്റൈലിൽ പാർക്കുന്നവർക്ക് ഒരു ദിവസം പകലിലേക്കും ഒരു ദിവസം രാത്രിയിലേക്കും മാറുന്നു. അതുകൊണ്ട് ഓതറക്കാരോട് ഇന്ന് രാത്രി ഞങ്ങൾ പറയാം, ഈ ലോകജീവിതം പകലിന് തുല്യമായി കഴിയുന്നതിൻ്റെ പകല് മാറി ഭീകരമായൊരു രാത്രി വരാൻ പോകുകയാണ്. ഈ ലോകജീവിതം രാത്രി സമാനമായി കഴിക്കുന്ന ദൈവമക്കളുടെ രാത്രി മാറി നമുക്കൊരു പകല് വരാൻ പോകുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 60 അധ്യായം 1 വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും, എന്നാൽ നിന്റെ മേൽ യഹോവ ഉദിക്കും. ഞാൻ ഈ പ്രഭാഷണം ഇന്ന് രാത്രി ഇവിടെ നടത്തുന്നത് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. അവരെ കൂടെ നല്ല അവർക്ക് വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു പുറത്തോട്ട് ഉച്ചഭാഷണി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ കൂടെ പറയും, വീട്ടുകാരോടൊരു കാര്യം പറയാൻ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാരോടൊരു കാര്യം പറയാൻ മൈക്ക് വെച്ച് കെട്ടേണ്ട കാര്യവും ഇല്ല. വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നെങ്കിൽ, മൈക്ക് വെച്ച് കെട്ടുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാൻ വേണ്ടിയാണ്. ദൗർഭാഗ്യവശാൽ ഇന്നത്തെ പല സുവിശേഷ യോഗങ്ങളും വീട്ടുകാരോട് പറയേണ്ടത് പലതും നാട്ടുകാരോട് പറയേണ്ടത് പലതും വീട്ടുകാരോടുമാണ്. പക്ഷെ നമ്മളിന്നിവിടെ സുവിശേഷ യോഗം വെച്ചിരിക്കുന്നത് നാട് സുവിശേഷം അറിയാൻ വേണ്ടിയാണ്. സന്തോഷമുള്ളവർ ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ. ഇവിടെ എല്ലാവരും വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും ഇരിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓതരക്കാരെ, നാളെ നീളെ ശോഭനമായൊരു നല്ല ഭാവി വരുമെന്ന് ചിന്തിക്കരുത്. ലോകം അതിഭീകരമായ രാത്രിയിലേക്ക് മൂക്കുകുത്താൻ പോകുകയാണ്. അന്ധകാരം ഭൂമിയെ മൂടാൻ പോകുകയാണ്. കുരുട്ട് ജാതിയെ മൂടാൻ പോകുകയാണ്. ഭീകരമായൊരു രാത്രി വരാൻ പോകുന്നു. രാത്രിക്കും പകലിനുമിടയിലുള്ള സന്ധ്യാകാലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. രാത്രിയുടെ വാങ്ങലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. രാത്രിയുടെ വാങ്ങലുകൾ ഇത്ര ഭീകരമാണെങ്കിൽ രാത്രി എത്രയോ ഭീകരമായിരിക്കും. വിശുദ്ധ വേദപുസ്തകം അതിഭീകരമായൊരു രാത്രിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. രാത്രിയുടെ ഏതാണ്ട് 20ഓളം പ്രത്യേകതകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിപ്രധാനമായ ചില കാര്യങ്ങൾ ഉള്ള സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. എന്താണ് രാത്രിയുടെ പ്രത്യേകതകൾ? വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രത്യേകത വായിച്ചു കേൾപ്പിക്കാം. 104 സങ്കീർത്തനം 20-21 വാക്യങ്ങൾ. പെട്ടെന്ന് വായിച്ച വാക്യങ്ങൾ. നീ ഇരുട്ട് വരുത്തുന്നു, അപ്പോൾ രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. അടുത്തത് ഇരയ്ക്കായി അലറുന്നു. അടുത്തത് അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. പിന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ അപ്പോൾ തുടക്കം ഇങ്ങനെയാണ്. നീ ഇരുട്ട് വരുത്തുന്നപ്പോൾ രാത്രി ഉണ്ടാകും, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങും. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അപ്പൊ രാത്രിയുടെ ഒന്നാമത്തെ പ്രത്യേകത, മൃഗങ്ങൾ സഞ്ചാരം തുടങ്ങും. കാട്ടുമൃഗങ്ങൾ. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെല്ലാം നാട്ടിൽ വരുമെന്നല്ല, അതും ഇപ്പം വരാൻ തുടങ്ങി. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ മനുഷ്യൻ മൃഗമാവും. 12 സങ്കീർത്തനം 7 വാക്യം എല്ലാം എടുത്ത് വായിക്കണ്ട, നിങ്ങൾ കുറിച്ചോ വേണേ.
മനുഷ്യപുത്രന്മാരുടെ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. 49 സങ്കീർത്തനം 20 വാക്യം, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അപ്പം മനുഷ്യൻ മൃഗസമാനനാകും, മൃഗീയനാകും. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഈ പത്രത്തിലും ടി വിയിലും ഒക്കെ മൃഗീയത, മൃഗീയത, മൃഗീയത. ഇതിപ്പോ ഒത്തിരി വന്നുകൊണ്ടിരിക്കുക. മൃഗീയത എന്താ? മൃഗീയത, മൃഗം പോലെ ലജ്ജിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം മനുഷ്യൻ ചെയ്യുന്നത്. മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന് ധാർമ്മികതയുണ്ട്, മൃഗത്തിന് ധാർമ്മികതയില്ല. 2, മനുഷ്യന് ആരാധനാ ചിന്തയുണ്ട്, മൃഗത്തിന് ആരാധനാ ചിന്തയില്ല. മൃഗത്തിന് നഗ്നതാബോധമില്ല, മനുഷ്യന് നഗ്നതാബോധമുണ്ട്. മനുഷ്യന് മരണാനന്തര പ്രത്യാശയുണ്ട്, മൃഗത്തിനും മരണാനന്തര പ്രത്യാശയില്ല. മനുഷ്യന് മനസാക്ഷിയുണ്ട്, മനസാക്ഷിക്കുത്തുണ്ട്. മൃഗത്തിന് മനസാക്ഷിയുമില്ല, മനസാക്ഷിക്കുത്തുമില്ല. ഞാൻ മനസ്സിലാക്കി തരാം. ബഹുമാനായ ദൈവദാസൻ കെ സി ജോൺ ദൈവാസ്തിക്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യന് ധാർമ്മികതയുണ്ട്, മൃഗത്തിന് ധാർമ്മികതയില്ല. മനുഷ്യന് നഗ്നതാബോധമുണ്ട്, മൃഗത്തിന് നഗ്നതാബോധമില്ല. ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞ നിരീശ്വരന്മാരെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പരിണമിച്ച് മനുഷ്യൻ ഈ പരുവത്തിലായെന്ന് പറയും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ കൊരങ്ങച്ചൻ ഇന്ന കുരിയച്ചൻ ഉണ്ടായെന്ന് അവർ പറയുന്നു. കൊരങ്ങച്ചൻ ഇന്ന് കുരിയച്ചൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നു, കാലം ഇത്രയായിട്ടും ഓതറയിലെ കൊരങ്ങച്ചന്മാരെല്ലാം കൂടെ ഒരു തുണിക്കട തുടങ്ങിയോ വെച്ചാ? ഇല്ല. ഒരു തയ്യക്കട തുടങ്ങിയോ? ഇല്ല. അപ്പൊ തുണി ഉടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് വിശ്വാസമില്ല. ഇവിടുത്തെ കൊരങ്ങച്ചന്മാരാരേലും ഒരു ഞായറാഴ്ച വൈകിട്ട് മറ്റൊരു കൊരങ്ങനെ വിളിച്ച്, എടാ അളിയ നമുക്കിന്ന് പെണ്ണ് കാണാൻ പോകണമെന്ന് പറയുമോ? ഇല്ല. കല്യാണം നടത്താറുണ്ടോ? കല്യാണ ഉറപ്പ് നടത്താറുണ്ടോ? പ്രസവത്തിന് വിളിക്കാറുണ്ടോ? അവർക്ക് ഇണ ചേരാൻ ഏതെങ്കിലും ഒരു മൃഗം, അത് പ്രായം കൂടിയതോ കുറഞ്ഞതൊന്നും പ്രശ്നമല്ല. കണ്ടോ? പിന്നെ ഏതെങ്കിലും ഒരു മൃഗം, അയ്യോ ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണമെന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? പിള്ളേരെ സൺഡേ സ്കൂളിൽ വിടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വെള്ളിയാഴ്ച പള്ളി പോകണമെന്ന് കണ്ടോ വെച്ചാ? ഇല്ല. ഏതെങ്കിലും മൃഗങ്ങൾ ആരാധനാലയം തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കണ്ണു വീഴ്ച നോക്കുന്നത്? ഇല്ല. ആരാധനാ ചിന്തയില്ല. ഏതെങ്കിലും ഒരു മൃഗം ശവമടക്ക് നടത്താറുണ്ടോ? 3 മേൽക്കുർബാന നടത്താറുണ്ടോ? 41 അടിയന്തരം നടത്താറുണ്ടോ? ഇല്ല. ഇതെല്ലാം മനുഷ്യന് മാത്രമുള്ളതാ. കാരണം ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ വ്യത്യസ്തനാ, മൃഗമല്ല. ഏറ്റവും പ്രധാനമേൽക്കാൻ വരാം, ഇതെല്ലാം വിവരിക്കേണ്ട നേരമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യന് മനസാക്ഷി എന്നൊരു സാധനമുണ്ട്, മനസാക്ഷി കുത്തുണ്ട്. ഒരാളെ ആക്ഷേപിച്ചാൽ, ഒരാൾ ഹൃദയം വേദനപ്പെട്ടാൽ ദുഃഖിക്കും. പിള്ളേരെ ഒന്ന് അടിച്ചിരി കട്ടിയായി പോയ വേദനയാ. നിസാരമായൊരു വാക്ക് കേട്ടാൽ മനസാക്ഷിയുള്ളവന്റെ കുത്തും. എന്നാൽ തീറ്റ കൊടുക്കുന്ന പാപ്പാനെ ആന കാലെ വാരി നിലത്തടിക്കും. മതവളകിയ തലയോട് പൊട്ടി തലച്ചോറുകൾ ചിന്നിച്ചിതറി പാപ്പാൻ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോഴും ആന പനംപട്ട തിന്നും. അതിന് മനസാക്ഷിയില്ല, മനസാക്ഷി കുത്തില്ല. പക്ഷെ മനുഷ്യന് മനസാക്ഷിയുണ്ട്. പക്ഷെ ഇവിടെ വായിച്ചു, ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകനായ നശിച്ചു പോകുന്ന മൃഗങ്ങളെക്കാൾ മനുഷ്യൻ അധപ്പതിക്കും. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എന്താ കണ്ടേ? 13 വയസ്സുള്ളൊരു പെങ്കൊച്ച്, അവളെ പ്രേമിക്കാൻ 3 16കാര്. അവള് കൊട്ടേഷൻ കൊടുത്ത്
വലിയ തന്തയെ കൊല്ലിക്കുന്നത് അവൾ ലൈവായി കാണുന്നു. ഒരു മനസാക്ഷി കുത്തുമില്ല. രക്തം കണ്ട തലകറങ്ങി വീഴുന്നവരല്ലേ ഇരിക്കുന്നേ. എന്നിട്ട് അവൾ ആ വീട്ടിൽ ചെല്ലുന്നു, ഡെഡ് ബോഡി കണ്ടിട്ട് അവൾ യൂണിഫോം ഇട്ട് ഇറങ്ങുന്നു, ഫുഡ് കാണിച്ച് കഴിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ എന്തൊക്കെയാ. ഒരു കൊച്ചു എറണാകുളത്ത് ജോലി ചെയ്യുന്നു. അവളുടെ പാലക്കാടാണ് അവൾ വീട്. അവൾ ട്രെയിനിൽ കയറുന്നു. പിറ്റേ ദിവസം അവളെ പെണ്ണ് കാണാൻ ചെറുക്കൻ വരുന്നുണ്ട്. അവൾ ട്രെയിനിൽ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യമൃഗം ട്രെയിനിലേക്ക് ചാടി കയറുന്നു. വഴിയിൽ വെച്ച് ട്രെയിനിൽ അവളെ പിടിച്ച് തള്ളിയിടുന്നു. റെയിൽവേ ട്രാക്കിലേക്ക് അവൾ വീഴുന്നു. അവിടെ തല പിടിച്ച് റെയിൽവേ ട്രാക്കിൽ ഇടിച്ചിട്ട് തല പൊട്ടി തലച്ചോറ് വെളിയിൽ വന്ന് കിടക്കുമ്പോൾ ഈ മനുഷ്യമൃഗം അവളെ കൊന്നിട്ട് മാംസദാഹം തീർക്കുന്നു. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? ഇങ്ങനെ ഓരോ കാര്യം നോക്കിക്കേ. എന്തെല്ലാമാ ഇവിടെ നടക്കുന്നേ. സ്വന്തം സഹോദരങ്ങൾ സഹോദരിമാരോട് എന്താണ് ചെയ്യുന്നത്? അപ്പന്മാരെന്ന് പറയുന്ന മനുഷ്യമൃഗങ്ങൾ മക്കളോടെന്നാ ചെയ്യുന്നത്? അമ്മാച്ചന്മാരെന്നാ ചെയ്യുന്നത്? ഈ ആനിമൽ പ്ലാനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കൊച്ചു മൃഗത്തെ 10-20 മൃഗങ്ങൾ ഒന്നിച്ച് കടിച്ച് കീറി പിച്ചി ചീന്തി കളയുന്നത്. 12 വയസ്സും 13 വയസ്സും 14 വയസ്സും ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ 15, 20, 30 നരാധമന്മാർ ഒന്നിച്ച് പിച്ചി ചീന്തുകയാണ്. ശ്രമി വർഗീസ്, ഞാനല്ല പറയാൻ വന്നേ. ഒരിക്കൽ പറഞ്ഞു, ഒരു കാള ഒരു കിടാവിന്റെ അരികെ പോകൂ, അല്ലെങ്കിൽ കാള മറ്റൊരു പശുവിന്റെ അടുക്കലേ പോകൂ, ഒരു കിടാവിനെ ഉപദ്രവിക്കൂ? ഇല്ല. പക്ഷെ മനുഷ്യലോകത്ത് എന്താ നടക്കുന്നത്? 1.5 വയസ്സ് പ്രായമുള്ള, 2 വയസ്സ് പ്രായമുള്ള, 3 വയസ്സ് പ്രായമുള്ള, 4 വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നും കൊല്ലാതെയും മാംസദാഹം തീർക്കുന്ന നരാധമന്മാർ വർദ്ധിച്ചു കഴിഞ്ഞു. മനുഷ്യൻ കാളയേക്കാൾ, കഴുതയേക്കാൾ അധമനായി കഴിഞ്ഞു. ഈ കൺവെൻഷന്റെ 1-ാം രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ കോപം ഇടിച്ചിറങ്ങാൻ പോകുന്നു. ദൈവത്തിന്റെ ന്യായവിധി ഇടിച്ചിറങ്ങാൻ പോകുകയാണ്. ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരിയുടെ കുഴപ്പമല്ല. എത്തക്ക ശിക്ഷാക്രമം ഉണ്ടെങ്കിലും ഇതിനി കൂടാൻ പോവുക, കുറയത്തില്ല. പക്ഷെ അവിടെ ഒരു വാക്യം വായിച്ചു, എന്താണെന്നറിയാമോ? സൂര്യനുദിക്കുമ്പോൾ അവ മടങ്ങും. ഈ മൃഗങ്ങൾ മടങ്ങുന്ന എപ്പോഴാ? സൂര്യനുദിക്കുമ്പോൾ. രാത്രി ഞാൻ വിളിച്ചു പറയാം, നീതി സൂര്യനായി നമ്മുടെ കർത്താവ് ഉദിക്കാതെ മനുഷ്യന്റെ മൃഗീയത മാറില്ല. കാരണം ഇനി ലോകത്തെ ഭരിക്കാൻ പോകുന്ന ഭരണാധികാരികളുടെ പേര് തന്നെ മൃഗമെന്നാണ്. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ, നീതി സൂര്യൻ ഉദിച്ചുയരാൻ പോകുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴാൻ പോകുന്നു. അവൻ വരാതെ ഇവിടെ പ്രശ്നം തീരില്ല. കരമൊന്നടിച്ച വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് എല്ലാ തരവും ചലിച്ചിട്ട് അവൻ വരണം. ഭരണാധികാരികളുടെ പ്രശ്നം അല്ലെന്നേ. മനുഷ്യന്റെ മൃഗീയത മാറണമെങ്കിൽ സൂര്യൻ ഉദിക്കണം. ഞാൻ ഒരു പാദം കൂടെ പറഞ്ഞിട്ട് വിടാം, സമയം പോകുന്നതുകൊണ്ടാണ്. സ്നേഹിതരെ, ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. ഇവിടെ ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, ഇവിടെ വഷളത്വം പെരുകാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിളിലുണ്ട്. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ഓതരക്കാരോട് ഒന്നുകൂടെ ഞാൻ പറയാം, പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല. ഇനി എന്നാ പാപം പെരുകാനാ? സ്വന്തം പെറ്റതള്ള തുണി മാറുമ്പോൾ, ഡ്രസ്സ് മാറുമ്പോൾ അത് ഒളിക്യാമറയിൽ പകർത്തി, ഒളിച്ചു നിന്ന് ക്യാമറയിൽ പകർത്തി കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന വഷളന്മാർ ഇവിടെയുണ്ട്. ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. സോദോമിൽ പാപം എത്ര പെരുകിയാലും ലോത്ത് സോദോം വിടാതെ ദൈവം ന്യായവിധി അയക്കില്ല. നോഹയുടെ കാലത്ത് പാപം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കിടക്കാതെ ദൈവം ന്യായവിധി ഇറക്കില്ല. ഒന്നുകൂടെ ഞങ്ങൾ പറയാം, ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളുടെ വില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
പക്ഷെ അവരുടെ വില അറിയുന്ന ഒരു ദിവസം വരാൻ പോകാ. ഈ സ്തോത്രം പറയുന്നവൻ, ഹല്ലേലൂയ പറയുന്നവൻ, ആരാധിക്കുന്നവൻ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, മുള്ളുകടലിലെ താമരകൾ മാറ്റപ്പെട്ടാൽ മുള്ളുകൾ കൊണ്ട് ഇവിടെ നിറയാൻ പോകുകയാണ്. ചെന്നായിക്കടലിലെ കുഞ്ഞാടുകൾ മാറ്റപ്പെട്ടാൽ ചെന്നായി കൊണ്ട് ഇവിടെ നിറയാൻ പോകുകയാണ്. ഇരുണ്ട സ്ഥലത്ത് ജ്യോതിർഗോളങ്ങളെ പോലെ പ്രകാശിക്കുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഇവിടെ നിറയാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളടിച്ച് വാതുറന്ന ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ട്. ഒന്ന്, മൃഗങ്ങൾ സഞ്ചരിക്കും. 2, 91 സങ്കീർത്തനം 5-ാം വാക്യം. 91 സങ്കീർത്തനം 5-ാം വാക്യം വായിച്ചാട്ടെ. ആരാ വായിക്കുന്നത്? വായിക്കേ. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇവിടെ രാത്രിയുടെ 2 പ്രത്യേകത എഴുതിയിട്ടുണ്ട്. രാത്രിയിൽ ഭയം വർദ്ധിക്കും. മനുഷ്യന് ഭയം വർദ്ധിച്ചിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് വരെ മാസ്ക് വെച്ചുകൊണ്ടായിരുന്നു. ഇപ്പം മാസ്ക് വീണ്ടും ആരംഭിച്ച് പലയിടത്തും. ആ കാലഘട്ടത്തിൽ ഒത്തിരി ശവടക്കൊക്കെ നടത്തേണ്ടി വന്നു, ഈ കൊറോണ കാലഘട്ടത്തിൽ. അന്നേരം മനുഷ്യനെ തുമ്മിയാ പണിയായിരുന്നു. തുമ്മുന്നവനെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു അല്ലേ. ചുമയ്ക്കുന്ന പേടിയായില്ലേ? ചുമച്ചാ പേടിയല്ലായിരുന്നു. എന്തിനാ ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന് എന്തുവാ? ജോർജ് കുട്ടി. അതുപോലും ഷിഫ്റ്റ് അടിച്ചല്ലയോ? സ്വോത്രകാഴ്ച പോലും ഇതടിച്ചല്ലേ എടുത്ത്. അടുത്തിരിക്കാൻ പേടിയല്ലായിരുന്നോ? അടുത്തിരി പറഞ്ഞ അകന്നിരി എന്ന് പറഞ്ഞില്ലേ? ഇപ്പം വീണ്ടും തുടങ്ങി. ഇപ്പൊ എയർപോർട്ടിലൊക്കെ വന്ന് വീണ്ടും തുടങ്ങി ചെക്കിങ്. ഭയം. എന്തൊക്കെ ഭയമാ? ഈ ഭയമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല, ചിന്തിക്കുന്നവനെ ഭയമുള്ളൂ. നമ്മൾ ഈ ഇരിക്കുന്ന ഭൂമിയെ ഏത് നിമിഷവും കുലുങ്ങാം. സ്വോത്രം കേട്ടില്ല? ഇപ്പൊ ദിവസവും കേൾക്കുന്നില്ലേ ഭൂമി കുലുക്കം? ഏത് നിമിഷവും കുലുങ്ങാം. ഓതരക്കാരെ, ഏത് നിമിഷവും ഇരിക്കുന്ന ഭൂമി കുലുങ്ങാം. ഞാൻ പലയിടത്തും പണ്ട് മുതലേ പറയുന്നുണ്ട്, ഈ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഞാൻ ഈ കേരളമൊക്കെ അടിച്ചു പേർക്ക് 4 പതിറ്റാണ്ടായി. നിങ്ങൾക്കറിയാം, ഞാൻ താമസിക്കുന്ന കായംകുളത്താണ്. ഒരു സൈഡിൽ അറബിക്കടൽ, സുനാമി എന്ന രാക്ഷസ തിരമാല ഉയരണം. അവിടുന്ന് കൊടുങ്കാറ്റുകൾ അടിക്കണം. കിഴക്ക് സഖ്യപർവ്വത നിരകളാണ്. ഏത് നിമിഷവും ഭൂമി കുലുക്കം ഉണ്ടാകാം. ഈ രണ്ടിനും ഇടയിലുള്ള കൊച്ചു സ്ഥലമാണ് കേരളം. പക്ഷെ ഇവിടെ ഭൂമി കുലുക്കങ്ങൾ പിടിച്ചു നിർത്തപ്പെടുക അല്ലേ? കൊടുങ്കാറ്റുകൾ പിടിച്ചു നിർത്തപ്പെടുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഒറ്റ മറുപടിയുള്ളൂ, സ്തോത്രം പറയുന്ന ആരാധിക്കുന്ന ദൈവസഭയുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഒന്ന് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചത്. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഭൂമി പൊടുപടപ്പൊട്ടും, ഭൂമി കിറുകിറക്കിറങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും. യെശയ്യാ 24:17. ഭൂമി കാവൽമാടം പോലെ ആടും. ഭൂമി ഇതിലെ സകല പണിയും ഇടിഞ്ഞു പൊളിയും. കാരണം ഇതിന്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുന്നു. ഇത് വീഴും. യെശയ്യാ 16-ാം അധ്യായം. സകല ദ്വീപും ഓടിപ്പോയി. എത്ര വർഷം കൊണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മലകൾ ഇല്ലാതായി, ദ്വീപുകൾ ഓടിപ്പോയി, മഹാനഗരം 3 അംശമായി പിടിഞ്ഞു. മനുഷ്യൻ ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടാകാത്ത ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, പല പട്ടണങ്ങളിൽ നോക്കാമെങ്കിലും അങ്ങോട്ട് മേളോട്ട് നോക്കണം. 250 നില, 50 നില, അങ്ങനെ വലിയ നിരനിരയായ കെട്ടിടങ്ങൾ കാണാം. ബോംബെയിലും മദ്രാസിലും ഇപ്പൊ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഇങ്ങനെ നോക്കണം മേളോട്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, മനുഷ്യ, ഒന്ന് കണ്ടുകൊണ്ടും അഹങ്കരിക്കരുത്. നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് വർഷം വേണ്ട, മാസം വേണ്ട, മണിക്കൂർ വേണ്ട, മിനിറ്റ് വേണ്ട, സെക്കൻഡുകൾ മതി. റിക്ടർ സ്കെയിലിൽ 5.5 4.6 ഉള്ള ഭൂമി കുലുക്കം 2 സെക്കൻഡ് പറഞ്ഞാൽ മതി ഓതറയൊന്ന് കുലുങ്ങാൻ. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ നീ 25 വർഷം കൊണ്ട്, നീ 50 വർഷം കൊണ്ട്, നീ 100 വർഷം കൊണ്ട് കൂട്ടിവെച്ചത് 2 സെക്കൻഡ് കൊണ്ട് ഇടിച്ചു പൊളിക്കാൻ ദൈവത്തിന് കഴിയും. ഒന്നുകൂടെ പറയാം, കെട്ടിടത്തിന്റെ വലിപ്പം കണ്ടും വസ്തുവിന്റെ വിസ്തൃതി കണ്ടും ആരും അഹങ്കരിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു. പോരാ എല്ലാവരും ഒന്നുകൂടെ ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ രാത്രി വരെ കൃപയാലാണെന്ന് പറ. കൃപ. എന്തോ അഹങ്കരിക്കാനാ മനുഷ്യന്റെ എത്ര വർഷത്തെ പണിയാ സെക്കൻഡ് കൊണ്ട് ഇടിച്ച് ദൈവം കളയുന്നത് കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഭയം, മനുഷ്യന്റെ ഭയമാ. എന്തോ ഏത് നിമിഷവും സംഭവിക്കാം. ഭൂമി കുലുങ്ങാം, പണിതെല്ലാം താഴെ വീഴാം. ഈ ഇന്റർനാഷണൽ കാര്യമൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അമ്മമാരോട് ചോദിച്ചു നോക്കണം. 5 മണിക്ക് വീട്ടിൽ വരേണ്ട മോൾ 5 മിനിറ്റ് താമസിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാണോ ഭയമാണോ? കണ്ടോ,
മോടെ കാര്യം മാത്രമല്ല, മോൻ 6 മണിക്ക് വരേണ്ട മോൻ 6:30 കഴിഞ്ഞ് 7 കഴിഞ്ഞാൽ തീയാ ഉള്ളിൽ, അല്ലേ? ആണോ ഇല്ലയോ? എന്നെ നോക്കി പറ, ആണോ? കുറച്ച് പിള്ളേരൂടെ ഉണ്ടല്ലോ, അവരോട് കേൾക്കട്ടെ. മക്കളെ, 5 മണിക്ക് വരേണ്ട നിന്നെ കണ്ടില്ലേ, അപ്പന് ആദിയാ, അമ്മയുടെ ഉള്ളിൽ തീയാ. ഇത് 5 മണിയും കഴിഞ്ഞ് 5:30 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 6:30 കഴിഞ്ഞ് വരും. എവിടെ പോയെന്ന് ചോദിച്ചാൽ പറയും സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഐസ്ക്രീമും ഒക്കെ നുണഞ്ഞ് ആരുടെയൊക്കെ ബൈക്കിൽ കറങ്ങിയിട്ട് കയറി വന്നേക്കുക. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അപ്പനെ മറച്ച് നിനക്ക് പാപം ചെയ്യാം, നിന്റെ അമ്മയെ മറച്ച് പാപം ചെയ്യാം, നിന്റെ പാസ്റ്ററെ മറച്ച് പാപം ചെയ്യാം, ദൈവത്തെ മറച്ച് നിനക്ക് പാപം ചെയ്യാൻ കഴിയില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിന്റെ സകല വഴിയും ദൈവത്തിന്റെ കൈവശമുണ്ട്. ഏത് ദിവസം പറഞ്ഞേക്കണം, എല്ലാവരും സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കൈയൊക്കെ വിട്ട് നല്ലപോലെ എന്തിനാ കൈയൊന്ന് ഉയർത്തിക്കേ, എല്ലാവരും കൈയൊന്ന് ഉയർത്തിക്കേ. നിങ്ങൾ കയ്യും കെട്ടി എന്താ ഇരിക്കുന്നത്? കൈയൊന്ന് പൊക്കാൻ കഴിഞ്ഞ കൃപയാ, ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞ കൃപയാ, വായൊന്ന് തുറക്കാൻ കഴിഞ്ഞ കൃപയാ, തുറന്ന വാ അടയ്ക്കാൻ കഴിഞ്ഞ കൃപയാ. അതുകൊണ്ട് ഒന്നുകൂടെ എല്ലാവരും കൈയോടെ ശക്തിയോടെ അല്പസമയം കൈകൾ അടിച്ചാട്ട് ശക്തിയോടെ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദിവസം പറഞ്ഞു, ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കും, എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടില്ല. കാൽപാത വെണ്ണി നടക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെ ആരെങ്കിലും എണ്ണാമെന്ന് തീരുമാനിച്ച് അവരെ കൊണ്ട് വല്ലൂടെ അഡ്മിറ്റ് ആക്കണം. ഇതുവരെ ആരും കാൽപാത വെണ്ണിയിട്ടില്ല, പക്ഷെ നിന്റെ കാൽപാത വെണ്ണി ഒരുവൻ സ്വർഗത്തിലുണ്ട്. നീ എവിടൊക്കെ പോയെന്ന് നിന്റെ അപ്പൻ അറിഞ്ഞുകൂടാ, നിന്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ, പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നിന്റെ സകല വഴികളും കൈവശമുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. നടുകുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. തലമുറ ശ്രദ്ധിച്ചോണം. നിന്റെ വരവും പോക്കും ഒക്കെ ദൈവത്തിനറിയാം. ഇപ്പൊ ഭീതിയാ, കാരണം മുമ്പേ പറഞ്ഞ മനുഷ്യമൃഗങ്ങൾ തട്ടിക്കൊണ്ടു പോവും. എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഭീതിയുള്ള ലോകമാണ്. അത് മാത്രമല്ല, ഒത്തിരി കാര്യം പറഞ്ഞിട്ട് വല്ലവനോടും വല്ലതും പറയാനൊക്കോ? ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തിട്ട് അതിനെ ആ 40 കിലോമീറ്റർ പിന്തുടർന്ന് പിടിച്ച് താഴെ ഇട്ടിട്ട് 60 തവണ കയറ്റി ഇറക്കി, അരച്ച് കളഞ്ഞു. ഒരു ഡോക്ടർ ചെയ്ത പണിയാ. അങ്ങനെ എന്തല്ലോ എല്ലാവന്റെ കയ്യിലും വടിവാളും ഇതൊക്കെ കൊണ്ട് നടക്കുക. നമുക്ക് വല്ലതും പറയാനൊക്കോ? ഇന്ത്യക്കല്ലെന്ന് പറഞ്ഞേക്കണം പിള്ളേരോട്, സമയം പോന്നു. അപ്പം എന്താ പറഞ്ഞത്? ഭയം. അത് കൂടാൻ പോവാ, കുറയാൻ പോവൊന്നുമല്ല. ആര് ഭരിച്ചാലും കൂടാൻ പോവാ. പിന്നെ അവിടെ വായിച്ചത് രാത്രിയിലെ ഭയത്തെയും പറഞ്ഞാട്ട്, പകൽ പറക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. രാത്രിയുടെ പ്രത്യേകതയാ മഹാമാരി. കർത്താവിന്റെ വരവിന് മുമ്പുള്ള കാര്യം പറഞ്ഞപ്പോൾ മഹാമാരി. എന്തെല്ലാം അസുഖങ്ങളായപ്പോൾ. ഇവിടെ ഏറ്റവും പ്രശ്നമില്ലാത്ത 2-3 വിഭാഗങ്ങളുണ്ടെന്ന്. ഹോസ്പിറ്റൽ, 2 മെഡിക്കൽ സ്റ്റോർ. ആ ഫീൽഡിൽ ജോലിയാ അല്ലേ? രോഗം പെരുക. എത്ര ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടും കുഴപ്പമൊന്നുമില്ല, ആളുകൾ പെരുക. നിങ്ങൾക്കറിയാമോ? ബാക്ടീരിയ, വൈറസ്, സൂക്ഷ്മാണുജീവികൾ, രോഗാണുക്കൾ, ഇതാ രാത്രിയിൽ നിർബാധം സഞ്ചരിക്കും. പകൽ സൂര്യപ്രകാശത്താൽ ഉയർന്നിൽക്കുന്ന കത്തിജ്വലിക്കുന്ന സൂര്യപ്രകാശത്താൽ ഇവ പലതും കുറയപ്പെടും, ചിലതൊക്കെ നശിക്കപ്പെടും. പക്ഷെ രാത്രിയിലാണ് ഈ അസുഖം കൂടുന്നത്. രാത്രിയിലാണ് രോഗികളായി കിടക്കുന്ന കൂടുതൽ ആളുകൾ മരിക്കുന്നതും രാത്രിയിലാണ്. ഇപ്പം തന്നെ പല രോഗങ്ങൾ, എംബോള, സാർസ്, എയ്ഡ്സ്, പിന്നെ പനി തന്നെ ഏതൊക്കെയാ? പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, സർവത്ര പനി. മനുഷ്യൻ മരുന്ന് കണ്ടെത്താത്ത അസുഖങ്ങൾ പുതിയ വരിക. ഒരു രാത്രിയെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയാണെന്ന് മറക്കരുത്. ഞാൻ ചിലപ്പോഴൊക്കെ തമാശയായിട്ട് പറയും, ഈ നമ്മുടെ കാലം ഗുളിക കാലമാ. എന്നാ കാലമാ? മലയാളത്തിൽ ഒരു കാലമുണ്ട് ഗുളിക കാലം. അതല്ല, ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് ഭാഷയുടെ ഒരു 80% ഗുളികപ്പുറത്താ ആണ്ട് കിടക്കുന്നു. ഞാൻ ഇടത്തിൽ നിന്ന് പറഞ്ഞു, രാവിലെ ഒരു ഗുളിക, ആഹാരത്തിന് മുമ്പ് ഒരു ഗുളിക, ആഹാരത്തിന് ശേഷം ഒരു ഗുളിക, ഉച്ചയ്ക്ക് ആഹാരത്തിന് മുമ്പ് ഒരു ഗുളിക, ആഹാരത്തിന് ശേഷം ഒരു ഗുളിക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൊണ്ട് ഗുളിക, ഉറങ്ങിയ ശേഷം ഒരു ഗുളിക. പക്ഷെ ഞാൻ ഒരിടത്ത് ഒരു ഗുളിക എന്ന് പറഞ്ഞപ്പം പുറകിലൊരു പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഒരു ഗുളിക അല്ല, ഒരു പിടി ഗുളിക. എത്ര കണ്ടോ? ഇരിപ്പോ കണ്ടില്ലയോ? ഒരു പിടി. തുടക്കം 1 പിന്നെ ഒരു പിടി ഗുളിക നിന്നെ കൊണ്ട് വിഴുങ്ങിക്കുക.
പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ചേപ്പനൊരു വാക്യമുണ്ട്, ജീവനും കൃപയും നീ എനിക്ക് നൽകി, യഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബി മോനിച്ച് നിന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമുഖത്തേക്ക് തള്ളുക. ഒരു തവണ ദൈവത്തിൻ്റെ കരം എൻ്റെ ശ്വാസമുഖത്ത് തള്ളിയില്ല, ഞാൻ ഈ സ്റ്റേജിൽ പിടഞ്ഞു വീഴും. 100 ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ സഹായിപ്പാൻ കഴിയില്ല. സഹോദര സഹോദരി, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീരാത്തതുകൊണ്ട്. ഓ വാ റബാ റിഗദിയ, കൈകളടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ദൈവത്തിന്റെ പദ്ധതി തീർന്നാൽ ഒരു ഡോക്ടർക്കും നിന്നെ ഇവിടെ നിർത്താൻ കഴിയില്ല. ഒരു മരുന്ന് നിൽക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ്, ഏറ്റവും വലിയ കേരളത്തിലെ കാർഡിയോളജിസ്റ്റ്, കാർഡിയാക് അറസ്റ്റ് വന്നാ മരിച്ചേ. എത്ര രോഗികളെ രക്ഷിച്ച പ്രഗത്ഭ ഡോക്ടർ, ക്യാൻസറിൽ നിന്ന് രക്ഷിച്ച ആള് ക്യാൻസർ വന്നാ മരിച്ചേ. അവരുടെ സേവനമൊന്നും കുറച്ച് കാണുകയല്ല, പക്ഷേ ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ ആർക്ക്? ഇവിടുന്ന് ഒരു കൂട്ടം മനുഷ്യമൃഗങ്ങളാൽ കൽപ്പിച്ച് ചിന്തപ്പെട്ടൊരു പെൺകുട്ടിയുണ്ട്. അവിടെ പേര് പത്രക്കാരവിടെ നിർഭയ എന്നിട്ട് വേറെ പേരുണ്ട്. ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടേഴ്സ് ചേർന്ന് ഒരു വിമാനം ഹോസ്പിറ്റലാക്കി അവളെയും കൊണ്ട് സിംഗപ്പൂരിലേക്ക് പറന്നു. ഇവിടുത്തെ അതിപ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ അവളെ ട്രീറ്റ്മെൻറ്റ് പ്രവേശിച്ചു. ഞാൻ ആ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്. സിംഗപ്പൂരിൽ ആ ഹോസ്പിറ്റൽ വാതൊക്കെ പോയി നിന്നിട്ടുണ്ട്. അതിനകത്തെ ഉള്ള എന്തുകൊണ്ട് ഡോക്ടേഴ്സിനെ എനിക്കറിയാം. പക്ഷെ ഈ പെൺകുട്ടി എവിടുന്ന് അവിടെ കൊണ്ടുപോയി, ഡോക്ടേഴ്സും പോയി, പക്ഷെ ആ ജീവൻ പറന്നകന്നു. അപ്പൊ അടുത്ത ആ ഹോസ്പിറ്റലിന്റെ ഓണറും അമേരിക്കയിലെ പ്രസിദ്ധനായ ഡോക്ടർ, അതിന്റെ ഉടമസ്ഥൻ ആ ഫിഷ്കരൻ മലയാള മനോരമയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. തുടങ്ങുന്ന കേൾക്കണോ? ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. സ്തോത്രം കേട്ടില്ല കേട്ടോ? ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ ഒരു സിദ്ധൌഷധത്തിനും നിന്നെ ഇവിടെ പിടിച്ചു നിൽപ്പാൻ കഴിയും. വലിയ പ്രഗത്ഭന്മാരൊക്കെ ഇങ്ങനെ കാറിൽ വരുമ്പോൾ ഒരു ചങ്കരപ്പ് നേരെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നമ്മൾ ആ വാർത്ത വായിക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ഡോക്ടർമാർ ജീവൻ പിടിച്ചു നിർത്താൻ കിണഞ്ഞു പരിശ്രമിച്ചു, പക്ഷെ മരണത്തിന് കീഴടങ്ങി. ഇത്രയേ ഉള്ളൂ. അസുഖങ്ങൾ വർദ്ധിക്കുകയാണ്, പുതിയ പുതിയ രോഗങ്ങൾ വരികയാണ്. ഞങ്ങളൊക്കെ ഒത്തിരി വേദികളിൽ പ്രസംഗിച്ചിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ മുമ്പോട്ട് വന്ന് പറയുന്ന രോഗങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവുകയാണ്. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്ന്, അവനെ കണ്ട സിനിമാ സ്റ്റാറിനെ പോലാണ്. അവൻ്റെ അമ്മയും കൂടെ വന്നേ, അങ്ങളെയും പെങ്ങളും പോലിരിക്കും. എന്നോട് ഒരു പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഇവനെൻ്റെ ഏകജാതന, ഒറ്റ മോനേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എന്നാ അസുഖം? അന്നേരം പറഞ്ഞ തലച്ചോറിൽ ക്ഷയമെന്ന്. ഞാൻ ആദ്യം കേൾക്കുക. മക്കളെ, ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. ഒരു ദിവസം ബലത്തോടായിരിക്കുന്ന കൃപയാ. ഞാൻ പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് നിന്റെ പ്രിയപ്പെട്ടവളെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറഞ്ഞോണം. നിന്റെ പ്രിയപ്പെട്ടവനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ കുഞ്ഞിനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. ഒരു ദിവസമെങ്കിലും ബലത്തോടായിരിക്കുന്ന കൃപയാ. ഒന്നുകൂടെ നമുക്ക് കൈയടിച്ച ശക്തിയോട് ദേശം കേൾക്കട്ടെ സ്തോത്രത്തിന്റെ ശക്തി. ഓ ക്ഷമ റിയ, എല്ലാവരും ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. യെസ്, രാത്രിയുടെ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വായിക്കാം, നേരമില്ല, അതുകൊണ്ടാണ്. 30:5 സങ്കീർത്തനം 30 സങ്കീർത്തനം 5 വാക്യം വായിച്ചാട്ട്. അടുത്ത പ്രത്യേകത, അവന്റെ കോപം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അടുത്ത വാക്യമുള്ള സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അപ്പൊ രാത്രിയുടെ മറ്റൊരു പ്രത്യേകത അല്ലെ സന്ധ്യയുടെ പ്രത്യേകത, സന്ധ്യയെങ്കിൽ ഓർമ്മിച്ച് പറയുന്നേ, കരച്ചിൽ വന്ന്, കരച്ചിൽ, കണ്ണുനീര് വർദ്ധിക്കുന്നു, കരച്ചിൽ കൂടുക, കരച്ചിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ എല്ലാം ഉയർന്നു നിൽക്കുന്ന 2 നില കെട്ടിടങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളൊക്കെ, എല്ലാ ഭാഗവും എവിടെ പോയാലും ഇവിടുത്തെ പല വീടിനേക്കാൾ വലുതാണ് ഇവിടുത്തെ മതിലുകൾ. അമേരിക്കയിലൊക്കെ വീടിനാകെ പുറം വലിയ ഗുണമൊന്നുമില്ല, അകത്തോട്ട് എന്നാ അതുപോലെ. ഇതാകമൊന്നും ഗുണമല്ലെങ്കിലും പുറം, ഒരു മതിലിന്റെ കാശുണ്ടായി പാസ് ഒരു വീട് പണിയാ. ഭയങ്കര ഡമ്പാ നമുക്ക്. പോട്ടെ, എങ്ങനെയല്ലേ വായിക്കോട്ടെ.
പക്ഷേ ഈ വീടുകളെല്ലാം നടുനിലയാണ്. പക്ഷെ ഇതിനകത്ത് സ്വസ്ഥതയില്ല, ഇതിനകത്ത് സമാധാനമില്ല, നിലവിളിയാ. ഞാനിപ്പോൾ ഒത്തിരി കല്യാണങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പറയൊരു സംഭവം. ഞാൻ രാത്രി 12 മണി രാത്രി ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫോൺ കോൾ വന്ന്, എനിക്ക് 9 വയസ്സേ ഉള്ളൂ പ്രായം ആ കുഞ്ഞിന്, കാണും അല്ലെ 10 വയസ്സ്, അതിനപ്പുറമില്ല. അവള് കരഞ്ഞോണ്ടാ വിളിക്കുന്ന, പാസ്റ്റർ അങ്കിൾ എൻ്റെ ഡാഡി എൻ്റെ മമ്മിയെ കൊല്ലുന്നു. 2 നില കെട്ടിടം വെച്ചാ, മാർബിൾ തറയുണ്ട്. പക്ഷെ 9 വയസ്സുകാരി, ഒറ്റ കുഞ്ഞേ ഉള്ളൂ. എങ്ങനെ കിട്ടിയെന്നറിയില്ല. ഒന്നീ ടി വിയിലൂടെ എൻ്റെ പ്രോഗ്രാം കണ്ട് ആയിരിക്കാം, നമ്പർ ആരെങ്കിലും കുറിച്ചിട്ട് കാണും, അല്ല എൻ്റെ പുസ്തകം കണ്ടായിരിക്കും. എന്തോ ആയാലും അവൾക്ക് കിട്ടി എൻ്റെ നമ്പരാ പാസ്റ്ററെ. ഞാൻ പേടിച്ചു പോയി. ഇവനെങ്ങാനും കൊന്നിട്ടാ പിന്നെ എനിക്ക് പണിയാ. കാരണം അവിടുന്ന് ആദ്യത്തെ കോള എനിക്കാ വന്നത്, അന്വേഷണം എൻ്റെ പേർക്ക് വരും. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ കൊല്ലല്ലേ എന്ന്. 2 നില കെട്ടിടമുണ്ട്, AC റൂമുണ്ട്, വില കൂടിയ കാറ് മുറ്റത്തുണ്ട്. 9 വയസ്സുകാരിക്ക് രാത്രി 12:30 ഉറങ്ങാൻ കഴിയുന്നോ? ഓതറക്കാരെ, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവ സാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് സജ്ജത. നിന്റെ വീട്ടിൽ ദൈവ സാന്നിധ്യം നിറയണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്താ വായിച്ചേ? പിള്ളേർ 3 വീട്ടിൽ നിന്ന് 2 16-കാരനും ഒരു 17-കാരനും ഒരു പെങ്കൊച്ച് 13-കാരി വിളിച്ചു വരുത്തി കൊല്ലാൻ അമ്മാര് ട്രെയിൻ കയറി വന്നേക്കുന്നു. എന്നിട്ട് ഈ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിൽ നിന്ന് പോയ പിള്ളേരെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നോ? ഇല്ല. അച്ഛാ, അതിൽ എഴുതിയ കേൾക്കണോ? ഇവർ കൂടെ ഇങ്ങനെ രാത്രിയിൽ യാത്ര ചെയ്യുന്നോണ്ട് അന്വേഷിച്ചില്ലെന്ന്. നിന്റെ മോൻ 10 മണിക്ക് എവിടാന്ന് അന്വേഷിച്ചോണം. ഞാൻ ഇവിടെ മാത്രമല്ല, ഇവിടെ ശബ്ദം കേൾക്കുന്നോട് പറയാ, ചിലർക്ക് സുവിശേഷ യോഗത്തിന്റെ ശബ്ദം കേൾക്കുന്ന അലർജിയാ, ചിലർക്ക് ദൈവവചനം പ്രസംഗിക്കുന്ന വായിക്കോട്ട വരും. നിന്റെ തലമുറ നശിക്കാതിരിക്കാനുള്ള വചനമായി ഇവിടെ വിളിച്ചു കേൾക്കുന്നത്, വിളിച്ചു പറയുന്നത്. എവിടാ നിന്റെ മോൻ 10 മണിക്ക്? 11-ന് മോളെവിടാ? എവിടാ? സുവിശേഷത്താൽ നമ്മൾ രക്ഷപ്പെട്ടതോർത്ത് കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞോണം. സ്തോത്രം. അപ്പോൾ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? കരച്ചിലാ. വീടുകളിൽ സ്വസ്ഥതയില്ല. നമ്മൾ എന്ത് വായിക്കുന്ന? കൂട്ട ആത്മഹത്യ. ഒന്നിച്ച് വിഷം കഴിച്ച് എത്തെന്നറിയുമ്പോഴോ അല്ലെങ്കിൽ നാട് വിട്ടെന്നറിയുമ്പോഴോ നമ്മൾ അറിഞ്ഞ ഇത്രയും പ്രശ്നം അവർക്ക്. കാരണം അയലത്തോട്ട് പോകാൻ നേരമില്ലല്ലോ, അയലത്തുകാരൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ലല്ലോ, അയലത്തോട്ട് അവർ കയറ്റത്തുമില്ലല്ലോ. സ്തോത്രം. അപ്പം സന്ധ്യയെങ്കിൽ കരച്ചിൽ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമാക്കാം. ഈ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടെടുത്തപ്പോൾ കുണ്ടറയിൽ കിടന്ന, കാരാഗ്രഹത്തിൽ കിടന്ന തടവുകാരന്റെ മകൻ മുതൽ സിംഹാസന ഫറവോന്റെ മകന്മാരെ കൊല്ലപ്പെട്ടു. കൂട്ടം നിലവിളി ഉയർന്നു. അന്ന് രാത്രി ഇസ്രായേൽ മക്കളുടെ പുറപ്പാടായിരുന്നു. വല്ല മനസ്സിലാകുന്ന കൈ ഉയർത്തി സ്തോത്രം പറയാം. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇതൊക്കെ കേട്ട് ഗ്രഹിച്ചുകൊണ്ട് വേണം പാൻ. അടുത്ത ദിവസം പോലും ഒരു മാറ്റം പെന്തക്കോസുകാരനും ഉണ്ടാകണം. നമുക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടതാണ്. സ്തോത്രം. അതായത് രാവിലെ പൂമകവാതിൽ നിന്ന് ഭർത്താവിനെ കൈവീശി യാത്രയാക്കുന്ന ഭാര്യ വൈകിട്ട് ഭർത്താവിന്റെ ചേതനയറ്റ ശരീരത്തിൽ വീണ നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുക. കുഞ്ഞുങ്ങളെ യൂണിഫോമൊക്കെ ഇട്ട് വിട്ടു, പൗഡർ ഇട്ട് സ്പ്രേ അടിച്ച് വിട്ടു. വൈകുന്നേരത്തെ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡിയിൽ വീണ് അല്ലമുറയിടുന്ന അമ്മമാരെ കാണുകയാണ്. ആക്സിഡന്റുകൾ പെരുകുന്നു, അപകടങ്ങൾ വർദ്ധിക്കുന്നു, കണ്ണുനീരുകൾ വീഴുന്നു. ബൈബിൾ പറഞ്ഞു രാത്രിയിൽ കരച്ചിൽ. ഞാൻ വായിച്ചു കേൾപ്പിക്കാതെ, ഇതൊരു പ്രവചനമാണ്. ഒക്കുമെങ്കിൽ നിങ്ങൾ കുറിച്ചോ, അല്ല വീട്ടിൽ പോകണ്ട, ഇത് ലൈവ് ഉണ്ടല്ലോ, വേണമെങ്കിൽ പിന്നെ കണ്ടാലും മതി. കുറിക്കാൻ കുറിച്ചോ. മോനെ ആരാ വായിക്കുന്നത്? ശരണേ വായിച്ചാട്ടെ. എഗസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം വായിച്ചാട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചോ. നാശം വരുന്നു. അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വരും. ഇംഗ്ലീഷിൽ ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ എന്നാണ്. ചില ഭാഷാന്തരത്തിൽ ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ്. ഇവിടെ ശ്രുതിമേൽ ശ്രുതി എന്നാണ് മലയാളം. പക്ഷെ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കണം, ന്യൂസ് ആഫ്റ്റർ ന്യൂസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ 7-ാം അധ്യായം ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്നതാണ് എഗസ്കേൽ 7-ന്റെ പ്രമേയം. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ 17-ാം വാക്യം 19-ാം വാക്യം എന്ന് വായിച്ചേ കേൾക്കണോ? 19. അവർ തങ്ങളുടെ വെള്ളി വീതികളിൽ
വീതികളിൽ എറിഞ്ഞു കളയും. ഇത് ഡേ ഓഫ് ദ ലോർഡിൽ സംഭവിക്കുന്ന കാര്യമാണ്. അടുത്ത വായിച്ചു. പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയില്ല. അടുത്തത്, അതിനാൽ അവരുടെ വിശപ്പടങ്ങില്ല, പിന്നെ അവരുടെ വയറ് നിറയില്ല. അതവർക്ക് എന്തായി തീർന്നു? അപ്പൊ പൊന്നും വെള്ളിയൊക്കെ കൂടിയ അമർത്യഹേതുവാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ച, ഈ പൊന്നു വലിച്ചെറിയുന്ന ഒരു ദിവസം വരും. അനക്കമില്ലല്ലോ. വെള്ളി വലിച്ചെറിയുന്ന ദിവസം വരും. കിലോ കണക്കിന് സ്വർണ്ണമുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനൊക്കാത്തൊരു കാലം വരും. വിശ്വസിക്കുന്നെങ്കിൽ കൈ ഉയർത്തി സ്തോത്രം. ഈ പുസ്തകം പറഞ്ഞതാ. ഈ കോവിഡ് കാലത്തൊക്കെ വന്നില്ലേ, വെള്ളപ്പൊക്കാലത്തും വന്നില്ലേ. അപ്പൊ കിലോ കണക്കിന് സ്വർണ്ണമുണ്ടെങ്കിലും വെള്ളി ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കുടിക്കാത്തൊരു കാലം വരുമെന്ന് ഈ പുസ്തകം പറഞ്ഞതുകൊണ്ട് അത് സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തി സ്തോത്രം പറ. ഇപ്പൊ ഏറ്റവും അധികം വിലയുള്ള സാധനം എന്താ എന്ന് പറ ദേവദാസന്മാര്. ഏതൊക്കെ എവിടൊക്കെ വെച്ചാ ഇത് കൊണ്ടുപോരുന്നേ? എയർപോർട്ടിൽ ഇത് പിടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇത് വലിച്ചെറിയുന്നൊരു ദിവസം വരും. ഉള്ളവനെല്ലാം വലിച്ചെറിയത്തുള്ളൂ, എറിയും. ഇപ്പം തന്നെ ഈ മനുഷ്യർ പലരും ഈ കാതർത്തോണ്ട് പോകുന്നു, കഴുത്തേന്ന് പൊട്ടിച്ചോണ്ട് പോകുന്നു. അതുകൊണ്ട് ഉള്ളവരിത് ഒത്തിരി എങ്കതിയാ പെട്ടി വെച്ചോണ്ടാണ് നടക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇങ്ങനെ കാറിൽ പോകുന്നുണ്ട്. എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഞെട്ടും, അച്ഛാ അവര് പെന്തക്കോസിലായച്ചാ, അവര് പെന്തക്കോസിലായച്ചാ എന്ന് പറഞ്ഞു. ഞാൻ പറയും, എൻ്റെ കൊച്ചെ അവര് പെന്തക്കോസിലായതല്ല, കള്ളനെ പേടി ചൂരി വെച്ചതാ. സ്വതന്ത്രം. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം, എനിക്ക് ആഭരണക്കാരെല്ലാം നരകത്തിൽ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. കുറച്ചുകൂടെ ഉണ്ടേ വാരി ഇട്ടു, അതും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എത്ര കിലോ സ്വർണം നിങ്ങൾക്കുണ്ടെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളെ ഒറിജിനൽ പെന്തക്കോസുകാരിയാക്കിയ ഇവിടത്തുള്ളവർ ആരും ആമയും പറഞ്ഞില്ലല്ലോ. ഒരു പണയോടെ തരത്തില്ല. അഥവാ ഒരെണ്ണം മാല ഇട്ട ജയലളിതയ്ക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുത്തോ? ഇനി അഥവാ ഒരു സ്വർണ്ണം ഇട്ടാൽ അന്ന് നിങ്ങളുടെ കുഴിമാടം മാന്തിയിരിക്കും. കാരണം ശവടക്കിൽ വരുന്ന വിശുദ്ധന്മാർ മാത്രമല്ല, കള്ളന്മാരും വരും. ഒന്നിട്ട് വിട്ടു നോക്ക, ആരും ഇടത്തില്ല. അപ്പം ഇതൊന്നും കേട്ട് മഞ്ഞളിക്കണ്ട, ഇതെല്ലാം ഇട്ടിട്ട് പോകേണ്ടി വരും. പക്ഷെ ഇവിടെ വായിച്ചത് ഡേ ഓഫ് ദ ലോർഡ്, അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞു. നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, അതില്ലാതിരിക്കും. അപകടത്തിന്മേൽ അപകടവും സ്തുതിമേൽ സ്തുതിയും വരും. ന്യൂസ് ആഫ്റ്റർ ന്യൂസ്, ആക്സിഡന്റ് ആഫ്റ്റർ ആക്സിഡന്റ്. ഈ പുസ്തകം ഉയർത്തി എന്നെ നോക്കിയിരുന്നാട്ട് ഓതരക്കാരോട് ഞങ്ങൾ പറയുന്നു, അപകടങ്ങൾ വർദ്ധിക്കും, ആക്സിഡന്റുകൾ പെരുകും. ഒരു അപകട വാർത്ത കേട്ടതിന്റെ പുറകാലെ അടുത്ത അപകട വാർത്ത നിങ്ങൾ കേൾക്കും. ചില ദിവസങ്ങളിൽ പത്രത്തിൽ ആകാശത്തിൽ അപകടം, കടലിൽ അപകടം, കരയിൽ അപകടം, ആകാശം പ്ലെയിൻ അപകടം, താഴെ കപ്പൽ അപകടം, റോഡ് ആക്സിഡന്റ്. ഇന്ന് രാത്രി ഞാൻ പറയാം, അപകടങ്ങൾ വർദ്ധിക്കും, ആക്സിഡന്റുകൾ പെരുകും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ അടുക്കളയിൽ കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ കറി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തീ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊള്ളണം. നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊള്ളണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ വാഹനവുമായി റോഡിലിറങ്ങുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞ് വാഹനമായി റോഡിലിറങ്ങുമ്പോൾ നിങ്ങൾ അവനെ ഓർത്ത് സ്തോത്രം പറഞ്ഞാൽ രക്തം അവൻ അടയാളമായിരിക്കും. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, കുറിച്ചിട്ടുകൊള്ളുക, അപകടങ്ങൾ വർദ്ധിക്കും, ആക്സിഡന്റുകൾ പെരുകും. എന്നാൽ കരയുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം വിടുവിക്കും. ഒന്നുകൂടെ കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീയും നിന്റെ തലമുറയും നാമും നമ്മുടെ തലമുറയും രക്തത്താൽ മുദ്രയിടപ്പെടത്തവരാകട്ടെ. അപകടങ്ങൾ വർദ്ധിക്കും. മക്കളെ, ചെറുപ്പക്കാരെ, ഉള്ള കുഞ്ഞുങ്ങളെ, വിശേഷ യോഗത്തിന് ഇപ്പം ചെറുപ്പക്കാരൊന്നും ഇപ്പം ഇല്ല. വന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം മിക്കവാറും ഉള്ളതെല്ലാം പുറത്താണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇറങ്ങത്തില്ല, വീട്ടിലിരിക്കുക. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഞാൻ പറയാം, ഇങ്ങോട്ട് നോക്കി. ഈ ചെറുപ്പക്കാർ പിള്ളേരെ, പ്രത്യേകിച്ച് ആൺപിള്ളേർ, അവരെ ഈ 2 വീലുള്ള സാധനം ഇവിടെ കയ്യിൽ കിട്ടിയാൽ ഇവർ വിചാരിക്കുന്നത് റോക്കറ്റാണ്. പണ്ടേ ഹെലികോപ്റ്ററും റോക്കറ്റും തമ്മിൽ ഇങ്ങനെ സംസാരം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പം ഹെലികോപ്റ്റർ അല്ലെങ്കിൽ പ്ലെയിൻ, സാധാരണ പ്ലെയിൻ റോക്കറ്റിനോട് ചോദിച്ചു, എൻ്റെ ചേട്ടാ ഞങ്ങൾ ഈ റൺവേയിലൂടെ ഇങ്ങനെ നിരങ്ങി നീങ്ങിയിട്ടാ പിന്നെ ഭൂന്ന് മേളോട്ട് പോകുന്നത്, നീ ഇങ്ങോട്ട് വരുന്നതും കാണാം, ഭുമ്മെന്ന് പോകുന്നതും കാണാം. അവിടെ റോക്കറ്റ് പറഞ്ഞു, എൻ്റെ ചേട്ടാ നിന്നെ പോലെ നിരങ്ങി നീങ്ങി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മൂടിന് തീ പിടിച്ചാൽ പിന്നെ എന്നാ അയ്യോ. എൻ്റെ പാസ്റ്റർ സീറ്റിയോണ് ഈ പിള്ളേരുടെ പോക്ക് കണ്ട മൂടിന് തീ പിടിച്ചു പോവാ. അയ്യോ, രാത്രിയിലൊക്കെ ഇരിക്കുന്ന എൻ്റെ വണ്ടി ഓടിക്കുന്ന സഹോദരൻ, എന്തു പാടാ വീട്ടിലെത്തുന്നത്.
ഇവൻ കേരളമായിട്ട് കയറി ഇങ്ങനെ ഒക്കെയാ വിടുന്നത്. ഞാൻ ഈ ഇടവെടുത്ത് ചെന്നപ്പോൾ പാസ്റ്റർ എനിക്ക് തൊട്ടപ്പുറത്തോട്ടൊന്ന് ഇറങ്ങണം, അപ്പം കാർ അപ്പുറത്താ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ഒരു ഓട്ടോറിക്ഷ അവിടെ കൊച്ചു വഴിയാ പിടിച്ച് വിട്ടാൽ മതി, ഞാൻ അപ്പുറത്തോട്ട് പൊക്കോളാന്ന് തോന്നണേ. ഇല്ല മോൻ വിടുമെന്ന് പറഞ്ഞു. മോൻ വിടുമെന്ന് പറയുകയും ചെയ്ത് ഇവൻ പൂന്നും പണ്ട് അരപ്പിച്ച് കൊണ്ട് വെച്ചു. അത് നോക്കി ഇങ്ങോട്ട് നോക്കിയേ, അതിൻ്റെ പുറവശം നാണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ്, പുറവശം ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ അച്ഛൻ പറയുന്നു, ഇത് കയറാൻ ഞാൻ പെട്ട പാട്, ഒരു കൊരട്ടി വേണം ഇത് കയറണമെങ്കിൽ. പൊന്നവാസറെ കയറിയിരുന്നു അല്ല എന്നൊരു വിടിയില്ല. ഞാൻ ഒത്തിരി സ്തോത്രം പറഞ്ഞു. ചുണ്ട് ഇറക്കിയപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയടാ ഈ ബൈക്കിന്? അവൻ പറഞ്ഞു 2,80,000. അതിന് പേരൊക്കെ ഉണ്ട്, ഡൂക്കോ ബ്യൂക്കോ. അപ്പൊ ചെറിയാച്ചാൻ പറഞ്ഞ പോലെ നിന്നെ അല്ലടാ നല്ലണ്ട, നിന്റെ അപ്പനെയാടാ, നിന്നെ കൊല്ലാൻ വാങ്ങിച്ച. ചിന്തിച്ചോണം ചിന്തിച്ചോണം മക്കളെ, ഇത് പ്ലെയിനൊന്നും അല്ല, 2 വീലുള്ള സാധനമാ. ഇപ്പം എന്താണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തും പാഞ്ഞു കൊന്ന് ഇടിച്ച് കയറേണ്ടതായിരുന്നു. ലെവലില്ല, അതൊക്കെ ഇങ്ങനെ തൂപ്പാൻ കഞ്ചാവ് അടിച്ച് നടക്കല്ലേ. പക്ഷെ നിന്നോട് ഞാൻ പറയാം കുഞ്ഞെ, അഹങ്കരിക്കരുത്. നിന്റെ അപ്പനൊരു ബൈസിക്കിൾ വാങ്ങാൻ കാശില്ലാത്തടത്ത് നിന്ന് നിന്നെ ദൈവം ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ അഹങ്കരിക്കരുത്. ഇതിലൊക്കെ കയറുമ്പോളേ വായു വെള്ളിക്കരണ്ടി പോലെ ജനിച്ച പോലെ പിള്ളേരുടെ ഒക്കെ പോക്കും വരവും. നിങ്ങളോടൊക്കെ പ്രസംഗിക്കാൻ ആചാര്യോപദേശിയുടെ ആത്മാവ്. ഔടുതണിക്കും മുറതുണിയില്ല നടന്നവൻ പൊടിയരിയും കൊച്ചവന്റെ പോക്കും വരവും എന്തോ വരുന്ന കണ്ട. അഹങ്കരിക്കരുത്. വാഹനത്തെ കയറുമ്പം പറയണം, കർത്താവേ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നുള്ളൂ, അങ്ങ് ഓടിക്കണമെന്ന് പറയണം. എത്ര എണ്ണമാടാ വഴി തീരുന്നേ. വീതിയിൽ നിന്ന് വിശാല സ്ഥലത്തുനിന്ന് യുവാക്കന്മാരെയും പൈതങ്ങളെയും തട്ടിക്കൊണ്ടുപോകാൻ റോഡുകളിൽ മരണം പതിയിരിക്കുകയാണ്. വീടിന്റെ ഏക ആശ്രയങ്ങളെ പിശാചു വഴിയിൽ തകർത്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. മക്കളെ, സ്തോത്രം പറഞ്ഞും സൂക്ഷിച്ചും പ്രാർത്ഥിച്ചും കയറണം. ഇപ്പൊ 5, 8, 10 ഒന്നും വീട്ടിലില്ല, 1, 2 ഉള്ളൂ, 1, 1.5 ഉള്ളെന്ന് പറഞ്ഞാ ശരി. അതുകൊണ്ട് വീട്ടിൽ ചെല്ലണം. പിന്നെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വേണം. നീ അഹങ്കരിച്ച് അബദ്ധം കാണിക്കരുത്. അപ്പൊ നോക്കിയേ, രാത്രിയിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ഇനി അതിപ്രധാനമായ 2 കാര്യം ഇവിടെ പറഞ്ഞ് നിർത്തണമല്ലോ. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. രാത്രിയുടെ അടുത്ത പ്രത്യേകത, ഒരു സഭ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക, തമ്പനടിച്ച് ഭയങ്കര ആരാധന, ആകെ 12 പേരേ ഉള്ളൂ. നാട്ടുകാർ പോലീസിനെ അറിയിച്ച് ഉറങ്ങാൻ വയ്യാന്ന്. പോലീസ് പറഞ്ഞ് അന്വേഷിക്കാൻ SI ഉൾപ്പെടെ വന്നപ്പം സംഗതി സത്യമോ, 12 പേരേ ഉള്ളൂ, തമ്പേരടിച്ച് ഭയങ്കര ആരാധനയാ. പക്ഷെ അതിനിടെ 2 എണ്ണം ഇരുന്ന് ഉറങ്ങുക. SI പറഞ്ഞ് പോയി പണി നോക്കുക, നിങ്ങൾക്കല്ലേ ഉറങ്ങാൻ വയ്യാത്ത, അങ്ങോട്ടേ അല്ല, അതിനിടെ ഉറങ്ങുന്നുണ്ട്. കർത്താവിന്റെ വരവൊക്കെ പറയുമ്പോൾ ഉപദേശിമാർ കൂർക്കം വലിയ. സത്യം ഞാൻ കള്ളം പറയാറേയില്ല സ്റ്റേജ്. ഞാൻ ഉടത്തി വന്നുകൊണ്ട് അധ്യക്ഷനായിരുന്ന പുള്ളിയാ കൂർക്കം വലിച്ച്. ഇപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ലൈവ് ഉള്ളതുകൊണ്ടൊരു ഗുണമാ, ഈ ജനം കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഉപദേശം തൂങ്ങി താഴോട്ട് പോകുന്ന ലൈവായി ജർമ്മനിയിൽ നിന്ന് കൊച്ചൻ കാണുമെന്ന് ഓർത്തോണം. പിള്ളേർ കാണും. അല്ല, നിങ്ങൾ നോക്കിയേ. അപ്പൊ ഉറക്കം, സർവ്വസമയം ഉറക്കം രാത്രി. പക്ഷെ അടുത്ത പറഞ്ഞു, ഉറങ്ങുന്നവർ, മക്കളെ പറ, ഉറങ്ങുന്നവർ. പിന്നെന്താ പറഞ്ഞേ? മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. ഇപ്പൊ അതും പറഞ്ഞ പോലെ രാത്രിയൊന്നും പകലൊന്നും ഇല്ല, 24 മണിക്കൂർ വെള്ളത്തിന്റെ മണ്ടയ്ക്കാന്ന് പറയാ. പാമ്പെന്നൊക്കെയാ വിളിക്കുന്നത്. ഇവനൊന്നും ഇവിടെല്ല കിടന്നുറങ്ങുന്ന ഒരു പ്രശ്നമില്ല. നമുക്ക് കട്ടിലെ കിടന്നാൽ പോലും ഉറക്കമില്ല. നല്ല കുടിയനെ തലേണ വെക്കാൻ തലേണ വേണ്ട, ഉറങ്ങാൻ പാ വേണ്ട, എവിടെ കിടന്നു ഉറങ്ങും. പണ്ട് ലോനപ്പൻ നമ്പാടൻ MLA പറഞ്ഞാൽ ശരി. അദ്ദേഹം പറഞ്ഞു, കുടിയന് കൊണ്ട് മദ്യപാനം കൊണ്ട് ലാഭം 2 ഉണ്ട്. എന്താണെന്നറിയാം? 1, നല്ല മദ്യപാനിയുടെ തലമുടി നരയ്ക്കത്തില്ലെന്ന്. കാരണം നരയ്ക്കുന്നിടം വരെ അവൻ ഇരിക്കത്തില്ലെന്ന്. അവൻ്റെ തലമുടി ഡൈ ആകുമ്പോൾ അവൻ ഡൈ ആകുമെന്ന്. പിന്നെ അവൻ്റെ വീട്ടിൽ കള്ളം കയറത്തില്ല, കാരണം നല്ല കള്ളം അറിയാൻ കയറിയാൽ എടുക്കാനൊന്നും ഇല്ലെന്ന്. അപ്പൊ കുട്ടി വർദ്ധിക്കും. ഇപ്പൊ എന്താ വർദ്ധിച്ചത്? ഇപ്പോൾ ഓണമാ, 4 കാലയില. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഓണത്തിനേക്കാൾ അധികം ഇവിടെ മദ്യം ചിലവാകുന്ന എപ്പോഴാ? ക്രിസ്മസിനാ. അതോടെ ചേർന്ന് 31-ാം തീയതി ഇതും വരും. ഏതാ? ന്യൂ ഇയറും. 500 കോടി, 650 കോടി, 800 കോടിയൊക്കെയാ ഇതിൽ പോകുന്നത്. അപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ നിന്ന് ക്യൂ കാണേണ്ടതാ. എന്തോരം അനുസരണമാ, എന്തൊരു നിശബ്ദതയും ശാന്തതയും. അവരെ വാളിയാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പട്ടി തേങ്ങാവെള്ളത്തിന് ക്യൂ നിൽക്കുന്നവനാ.
ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ വലിയ അച്ചായന്മാർക്കൊക്കെ അതിനു മുമ്പിൽ നിൽക്കാൻ ഒരു നാണം കേടുമില്ല. സുവിശേഷ യോഗത്തിന് വന്നിരിക്കുന്നതും ഒരു സ്തോത്രം പറയുന്നതൊക്കെ അപമാനമാ. ഞങ്ങളുടെ കുടുംബപ്പേരിന് യോഗ്യതയല്ല. നിനക്കിത് അപമാനമാണെങ്കിൽ ഞങ്ങൾക്കിത് അഭിമാനമാണ്. അല്ലല്ലയാ പറയുന്നത്. ഞങ്ങളുടെ തലമുറ തകരാഞ്ഞത് യേശുവിനെ അറിയാൻ കഴിയുന്നതുകൊണ്ടല്ലേ. അല്ലായിരുന്നു എവിടെ ആയിരുന്നേനെ? ഭോഗത്തിൽ നിന്ന് ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നവന് ഞങ്ങൾക്കൊരു ഉറപ്പുള്ളത്, ഞങ്ങൾ യേശുവിനെ സ്നേഹിച്ചോണ്ട് ഇന്തോനേഷ്യ പോയില്ലേലും സൗത്ത് ആഫ്രിക്ക പോയില്ലേലും കെനിയയിലും അമേരിക്കയിലും പോയില്ലേലും ഞങ്ങളുടെ തലമുറ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി. ഒന്ന് കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറഞ്ഞേ. അതാ ഞങ്ങളുടെ ഭാഗ്യം. ഞങ്ങൾ പേടിക്കണ്ട അവരെവിടെ പോയാലും. അങ്ങനെ ആയിക്കോണം തലമുറയെ. അപ്പൊ ഇവിടെ കുടി കൂടും, മദ്യപാനം കൂടുന്നു. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത, കുഞ്ഞ് ജനിച്ചാൽ കുപ്പി പൊട്ടിയില്, കുഞ്ഞു മരിച്ചാൽ കുപ്പി പൊട്ടിയില്, വിവാഹ വാർഷികത്തിന് കുപ്പി പൊട്ടിയില്, വിവാഹം പൊട്ടിയാൽ കുപ്പി പൊട്ടിയില്, പ്രൊമോഷൻ കിട്ടിയാൽ കുപ്പി പൊട്ടിയില്, സസ്പെൻഷൻ കിട്ടിയാൽ കുപ്പി പൊട്ടിയില്, സന്തോഷത്തിന് കുപ്പി പൊട്ടിയില്, സങ്കടത്തിനും എല്ലാറ്റിനും കുപ്പി പൊട്ടിയില്. സർവ്വരോഗ സഞ്ചാരി. എന്താ ടി വി കാണുന്നത്? ഒരു വീട്ടിൽ കടഭാരം ഏറുന്നു, ഉടനെ അങ്ങോട്ട് 2 കാലം പൊട്ട് 4 കാലം വരുന്നു, അല്ലെ സിഗരറ്റിന് തീ കൊളുത്തുന്നു. അപ്പൊ ഇവിടുത്തെ സിനിമയും ഇവിടുത്തെ സീരിയലും എല്ലാം പറയുന്നത് കടഭാരം ഏറിയാൽ കുപ്പി പൊട്ടിക്കുക, സന്തോഷം വന്നാൽ കുപ്പി പൊട്ടിക്കുക. എന്നാൽ വിശുദ്ധ ബൈബിൾ നിന്നോട് പറയുന്നത് പ്രതിസന്ധി വരുമ്പോൾ കുപ്പി പൊട്ടിക്കാനല്ല, നീയും നിന്റെ തലമുറയും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് മുട്ടിമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. സഹോദരൻ, മദ്യപാനം വർദ്ധിക്കുന്നു, കുടി കൂടുന്നു. ബൈബിൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ രാത്രി എന്തൊക്കെയാ? വെറുക്കൂത്ത് വായിച്ചു കേട്ടു, ശയനമോഹം, ദുഷ്കാമം, ഇവ വർദ്ധിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം എടുത്ത് വായിക്കാൻ നേരമില്ല. പിന്നെന്താ? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ വർദ്ധിക്കുന്നു. ഫെലിസ്ത്യർ 5:11. മോഷണം, പിടിച്ചുപറി, ക്ഷുദ്രപ്രയോഗം, വിഗ്രഹാരാധന, ഇവയെല്ലാം വർദ്ധിച്ചു വരുന്നു. അതൊന്നും ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. ആന്റി ക്രൈസ്റ്റിന്റെ ഭരണകാലത്തൂടെ വർദ്ധിക്കേണ്ട കാര്യങ്ങളാ. ഇപ്പോഴേ ക്ഷുദ്രപ്രയോഗങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ മോഷണവും പിടിച്ചുപറിയും കൊലപാതകവും വർദ്ധിച്ചു കഴിഞ്ഞു. രാത്രി ഭീകരമായി കഴിഞ്ഞു. അത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇതിന്റെ വാങ്ങലുകളാണ്. എന്നാൽ ഇത് ഭീകരമായൊരു രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. പക്ഷെ ഈ രാത്രി ഞാൻ ഇവിടെ വന്നത് രാത്രിയെക്കുറിച്ച് പ്രസംഗിച്ചു പോകാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ പ്രതീക്ഷ രാത്രിയിലല്ല, ഞങ്ങളുടെ പ്രതീക്ഷ ഒരു പകലിലാണ്. ഇവിടുത്തെ പകൽ 12 മണിക്കൂർ, ഇവിടുത്തെ രാത്രി 12 മണിക്കൂർ. സുഹൃത്തെ, വരാൻ പോകുന്ന രാത്രി 12 മണിക്കൂറല്ല, വരാൻ പോകുന്ന രാത്രി പകൽ 12 മണിക്കൂറല്ല. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ ഇനി മാഞ്ഞു പോകുകയില്ല. കൈ ഉയർത്തി സ്തോത്രം പറ. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. കൈകളടിച്ചോ, വാ തുറന്നോ, ശബാ റഗനിയ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമാം, മർത്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി. രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമാം, മർത്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി. എണ്ണമില്ലാത്ത വിശുദ്ധർ പൊൻകുരുത്തോലയുമായി വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയ രാഗത്താൽ. എണ്ണമില്ലാത്ത വിശുദ്ധർ വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയ രാഗത്താൽ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ, ആശ്രയം തൻ മാത്രം ആ നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ, ആശ്രയം തൻ മാത്രം ആ നാമം സുസ്ഥിരമേ. ഓ കൺകൾക്കിമ്പമായ ഒക്കെയും നശ്വരമേ, ഭാഗ്യമെല്ലാം മാറി മറഞ്ഞിടുമേ. കൺകൾക്കിമ്പമായ ഒക്കെയും നശ്വരമേ, മണ്ണിൽ ഭാഗ്യമെല്ലാം മാറി മറഞ്ഞിടുമേ. വേദന മാത്രമെന്നും ജീവിത നാളുകളിൽ മോഹങ്ങൾ മാത്രമാണ് സ്വർഗീയ നാടതി. വേദന മാത്രമെന്നും ജീവിത നാളുകളിൽ മോഹങ്ങൾ മാത്രമെന്നും സ്വർഗീയ നാടതി. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം തൻ മാത്രം ആ നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം തൻ മാത്രം ആ
കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ തോന്നിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധർ ഉയർക്കുമേ. ശക്തിയോടെ പാടിക്കേ. മുഴങ്ങും കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ തോന്നിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധർ ഉയർക്കുമേ. തേജസമ്പൂർണ്ണനാമേശു മേഘത്തിൽ വന്നിടുമ്പോൾ ജ്യോതിഷു പോലെന്നേക്കും തൻ കൂടെ വാഴുന്ന. തേജസമ്പൂർണ്ണനാമേശു മേഘത്തിൽ വന്നിടുമ്പോൾ ജ്യോതിഷു പോലെന്നേക്കും തൻ കൂടെ വാഴുന്ന. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം താൻ മാത്രം ആനമ സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എന്നിട്ട് പറയുമേ, ആശ്രയം താൻ മാത്രം ആനമ സുസ്ഥിരമേ. ഓ ലോകത്തിൽ ആശ്രയമോ ശാശ്വതമല്ലയാൽ ശോകത്തോടും കാറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ലോകത്തിൽ ആശ്രയമൊന്നും ശാശ്വതമല്ലയാൽ ശോകത്തോടും കാറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ഓ ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം നടന്നു ചേരും അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം നടന്നു ചേരും അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം നടന്നു ചേരും അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനൊന്നു ചേരും അതത്ര ഭാഗ്യമേ. അവനെ ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനൊന്നു ചേരും അതത്ര ഭാഗ്യമേ. കൺകൾക്കിമ്പമായതെല്ലാം നശ്വരമാണ്, മണ്ണിൻ ഭാഗ്യമെല്ലാം മാറി മറിയും. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാൻ അങ്ങ് ചേരുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ കൈ ഉയർത്തി സാധനം. സുഹൃത്തെ, കാണുന്ന താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. ഈ കാണുന്നതെല്ലാം അഴിയും, ഏത് നിമിഷം ഇവിടുന്ന് പോകാം. സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാൻ വയ്യ, പേടിയാ. ഈ കഴിഞ്ഞ ദിവസം 3 കുഞ്ഞുങ്ങൾ 26 വയസ്സ് UK പോയിട്ട് 1 വർഷമായുള്ളൂ. ഒരാൾക്ക് 10 മാസമുള്ള കുഞ്ഞ്, 10 മാസമേ ആയുള്ളൂ. വേറെ നേഴ്സാ, ഉറങ്ങിക്കിടന്നതാ. രാവിലെ ഭർത്താവ് വിചാരിച്ച അവൻ ഡ്യൂട്ടിക്ക് പോയെന്ന് വെച്ച് വന്നപ്പോൾ അവിടെ കിടക്കുക. എന്ത് കണ്ടോണ്ടാ ഇവിടെ അഹങ്കരിക്കാനുള്ളത്? ദൈവത്തിന്റെ കരുണയാണ് നാമം തമ്മിടുന്നത്. കയ്യൊന്നുയർത്തി ആടി സ്തോത്രം പറഞ്ഞാട്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് രാത്രിയെക്കുറിച്ചല്ല, ഞങ്ങളുടെ പ്രതീക്ഷ ഒരു പകലാണ്. എന്താണ് പകലിന്റെ പ്രത്യേകത? പ്രത്യേകത പറഞ്ഞു നിർത്താം. 1, ഉണർവിന്റെ സമയം. മലാക്കിപ്പോ 4:1, ചൂള പോലെ കത്തുന്ന അന്ന് സകലേകങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. എന്റെ നാമത്തെ ഭയപ്പെടും നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാക്കളെ പോലെ ആനന്ദിക്കും. രോഗോപശാന്തി പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദിക്കും. 1, ഉണർവിന്റെ വേള. 2, സൂര്യൻ ഉദിക്കുന്ന വേള. അതാ മുമ്പ് പറഞ്ഞത്, സൂര്യൻ ഉദിക്കുമ്പോൾ നടക്കും. നീതി സൂര്യനായ യേശു ഉദിച്ചുയരും. അവൻ ഉദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവൂ. ഇവിടെ എത്ര ഹോസ്പിറ്റൽ പെരുകിയാലും, എത്ര രോഗശാന്തി ശുശ്രൂഷ നടത്തിയാലും, എത്ര ശാപമുക്തി ശുശ്രൂഷ നടത്തിയാലും രോഗം പെരുകും. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ഭരണകാലത്ത് എനിക്ക് രോഗമെന്നാരും പറയില്ല. ഹല്ലേലൂയ. 1, ഉണർവിന്റെ സമയം. 2, സൂര്യനുദിക്കുന്ന വേള. എന്താ ഉണർവിന്റെ സമയം? ഈ വൃക്ഷങ്ങളെല്ലാം പക്ഷികളിരിപ്പുണ്ട്, അവയെല്ലാം നിശബ്ദമാണ്. പക്ഷെ നേരം കൊണ്ട് വെളുക്കാൻ തുടങ്ങുമ്പോൾ അവയെല്ലാം ചിലയ്ക്കാൻ തുടങ്ങും. സൂര്യനുദിക്കാൻ പോന്നു. ഇപ്പോൾ സകല പക്ഷികളും ചില ആരംഭിക്കുന്നു, എല്ലാ സംഘടനയും ചിലയ്ക്കുന്നു. അതിന്റെ അർത്ഥം നീതി സൂര്യൻ ഉദിക്കാൻ പോകുന്നു. അങ്ങനെ 1 വാക്യം 2 വാക്യങ്ങൾ വായിക്കണം. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. ഹോശേയ 6:3. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം പ്രഭാതം പോലെ, അവന്റെ ഉദയം പ്രഭാതം പോലെ. എന്താ അതിന്റെ അർത്ഥം? നാളെ സൂര്യനുദിക്കും എന്ന് സത്യമെങ്കിൽ യേശു മടങ്ങി വരും. സത്യം. വാതുറന്ന ശക്തിയോടെ കൈയുയർത്തി സ്തോത്രം പറ. അമേരിക്കൻ സെനറ്റ് കൂടി നാളെ സൂര്യനുദിക്കരുന്ന് പ്രമേയം പാസാക്കിയാലും നാളെ സൂര്യനുദിച്ചിരിക്കും. ഇന്ത്യൻ പാർലമെന്റ് കൂടി നാളെ സൂര്യനുദിക്കരുന്ന് പ്രമേയം പാസാക്കിയാലും നാളെ സൂര്യനുദിച്ചിരിക്കും. ലോകത്തിലെ സകല സൈന്യ ശക്തി ഒന്നിച്ചു നിർത്താലും, പൈശാചിക മണ്ഡലങ്ങൾ, പൈശാചിക സേനകൾ ഒന്നിച്ച് നമ്മുടെ കർത്താവിന്റെ മടങ്ങിയവനെ
തടസ്സം ചെയ്താലും നീതി സൂര്യനായ നമ്മുടെ കർത്താവ് മടങ്ങി വരും. സത്യം. ഒരു വാക്കൂടെ ദൈവമക്കളോട് പറയാം. നാളെ സൂനുദിക്കുന്ന സത്യമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. സത്യം. ശക്തിയോടെ കൈയാട്ടി സ്തോത്രം പറ. സൂനുദിക്കുന്ന വേള, ഉണർവിന്റെ വേള, നിദ്രയിൽ നിന്ന് ഉണരുന്ന വേള. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യലജ്ഞയ്ക്കായും ചിലർ നിത്യ ജീവനായും ഉണർന്നു വരും. ഇന്ന് രാത്രി നമ്മളെല്ലാം ഉറങ്ങാൻ പോയില്ലേ? അടുത്ത പ്രഭാതത്തിൽ നമ്മൾ ഉണരും. അപ്പൊ ഉറങ്ങുന്നവരല്ല, ഉണരുന്ന വേള എപ്പോഴാച്ചാ? പ്രഭാതവേള. അടുത്ത പ്രഭാതത്തിൽ ഉണരും. അതുകൊണ്ടാണ് 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെ, കഴിഞ്ഞു പോയ ഒരു യാമം പോലെയും. എന്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. നിദ്ര. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ എഴുന്നേറ്റ് വരും. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനും. മരണം ഭക്തന് നിദ്രയാ, ഉറക്കവാ. അപ്പൊ 1000 സംവത്സരം. ഒന്ന് ശ്രദ്ധിച്ചേ, നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കർത്താവ് വരാൻ താമസിച്ചാൽ, അല്ല 200 വർഷം മുമ്പ് മരിച്ച ഒരാൾ കാകളം തൊനിക്കാൻ ഇനി അധിക നാളില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി 50 വർഷം ഉണ്ടെങ്കിൽ പോലും, അല്ലെ 50 വർഷം മുമ്പ് മരിച്ച ഒരാളാച്ചാ കാകളം തൊനിക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്നത് 50 വർഷത്തെ ക്ഷീണത്തോടല്ല, ഇന്നലെ ഉറങ്ങാൻ പോയിട്ട് എഴുന്നേറ്റ് വരുന്ന പോലെയാണ്. ഓ, എന്ത് പ്രത്യാശയാണ്! അതാണ് നിദ്ര കൊള്ളുന്നവർ ഉണരും. പുതിയ യുഗം ആരംഭിക്കും. ആനന്ദഘോഷം വരും. ഉഷസ്സിലോ ആനന്ദഘോഷം വരും. പുതിയ ദിനത്തിലും ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഞങ്ങളുടെ പ്രതീക്ഷ രാത്രിക്കല്ല. സുഹൃത്തേ, ലോകം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവിടെ വാസിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറും. ഇനിയും രക്ഷിക്കപ്പെടാതെ മരിച്ചാൽ ഇവിടെ എത്തുന്നത് നിത്യാന്ധകാരത്തിൽ, നിത്യനരകത്തിൽ. അവിടെ സ്പർശിക്കത്തക്ക ഇരുളെന്നാണ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇരുളും അന്ധകാരവും, ഇരുളിലും അന്ധതമസിലും ഇരിക്കേണ്ടി വരും. 1 വർഷമല്ല. ഇറ്റേണൽ ഡെത്ത്, എവർലാസ്റ്റിംഗ്, ഫോർ എവർലാസ്റ്റിംഗ്. നിത്യയുഗങ്ങൾ അന്ധകാരത്തിൽ കഴിയേണ്ടി വരും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളുടെ പാപം കഴുകപ്പെട്ടെങ്കിൽ, ജീവവസ്തു നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, ഇന്ന് മരിച്ചാലും നിങ്ങൾ പറുദീസയിലെത്തും. സന്തോഷത്തോട് ജീവനിലേക്ക് കടക്കും, നിത്യജീവനിലേക്ക് കടക്കും. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം? വളരെ അത്യാവശ്യമായി നമ്മുടെ വാക്യങ്ങൾ വായിച്ചു നിർത്താം. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം 16-18 വായിക്കേണ്ടത്. രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. 1 പത്രോസ് 1:19 ഞാൻ കുറിച്ചുകൊള്ളുക, നിങ്ങൾ ചിന്തിച്ചു. സമയമില്ല, അവിടെ നിർത്തുക. പ്രവചനവാക്യവും കരുതിക്കൊള്ളുക. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പദവത്തിൽ ഇടറിപ്പോകും മുമ്പ് പ്രവചനവാക്യം കരുതിക്കൊള്ളുക. സങ്കീർത്തനം 63:5 ദൈവത്തെ ഓർക്കുക രാത്രിയിൽ. 44:18 ഹൃദയം പിന്മാറാതെ ഇരിക്കുക. എഫേസ്യർ 5:11 ഇരുട്ടിന് നിഷ്പ്രവൃത്തികളിൽ കൂട്ടാളിയാകാതിരിക്കുക. റോമർ 13:13 പകൽ സമയത്തെന്ന പോലെ മര്യാദയെ നടക്കുക. അതൊക്കെ വിവരിക്കേണ്ടതാ. ഇത് മാത്രം വായിച്ചോ. യിരെമ്യാ 13-ാം അധ്യായം 16-18 വായിച്ചു മോളെ, വായിച്ചു. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ ഇടറിപ്പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ. വായിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കേ, അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. ഇരുള് മൂടും മുമ്പ്, അന്ധകാരം മൂടും മുമ്പ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നാളെ നീളെ നിങ്ങളുടെ രക്ഷ താമസിപ്പിക്കരുത്. രക്ഷിക്കപ്പെടുന്ന നാളെ ആക്കരുത്, സ്നാനപ്പെടുന്ന നാളെ ആക്കരുത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് അന്ധകാരം വരും, ഇരുട്ട് മൂടും. ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്ന ചിന്തിച്ചവരല്ല. റെഡിയാണോ? കർത്താവ് വന്ന പോകാൻ. കാകളം തൊനിക്കാറായി, യേശു മടങ്ങി വരാറായി. ദൈവകൽപ്പന അനുസരിച്ചുണ്ടോ? ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറിയ ദൈവമക്കളായിരിക്കാം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെട്ടോണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടാൻ തീരുമാനമെടുക്കണം. യേശുവിന്റെ വരവിനായി ഒരുങ്ങണം. ഡോക്ടർ ബില്ലി ഗ്രഹാം സുവിശേഷ പ്രസംഗി, ഞങ്ങളെപ്പോലെ അദ്ദേഹം 1000 പ്രസംഗിക്കും. അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ 10,000 ആളുണ്ട്. കൂട്ടത്തിൽ ഒരു ക്യാമറ നർത്തകി ഉണ്ടായിരുന്നു. അവൾക്ക് അന്ന് രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് 5 സ്റ്റേജ് ഷോ അവതരിപ്പിക്കേണ്ടതാണ്. പക്ഷെ ആ രാത്രി ദൈവാത്മാവൾ ഇടപെട്ടു ശക്തമായി. അവൾ പോകും മുമ്പ് ഡോക്ടർ ഗ്രഹാമിനെ കണ്ടു പറഞ്ഞു, ഡോക്ടർ ഗ്രഹാം, ഈ രാത്രിയിൽ ദൂതല്ല എന്നോടായിരുന്നു. എനിക്ക് മാനസാന്തരപ്പെടണമെന്നുണ്ട്, ബട്ട് ലേറ്റർ. ഇപ്പൊ എനിക്ക് നേരമില്ല. 5 പ്രോഗ്രാം ഇന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരും, ഞാൻ രക്ഷിക്കപ്പെടും, ഞാൻ സ്നാനപ്പെടും. ബിലിഗ്രാം പറഞ്ഞു, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം, ഇപ്പം നിനക്കുള്ളതാ. നോ, ഞാൻ പോയിട്ട് വരാം. അവൾ തന്റെ വാഹനത്തിൽ യാത്ര തിരിച്ചു. ബിലിഗ്രാം യോഗം പ്രാർത്ഥിച്ച് അവസാനിച്ച് ഒത്തിരി പേർക്ക് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തന്റെ ടീമും അമേരിക്കയിലെ
താൻ വിശ്രമിക്കുന്ന ഹോട്ടലിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലെ തിരക്കേറിയ ഒരു വീതിയിൽ ഒരു ആക്സിഡന്റ്. അവിടെ ആക്സിഡന്റ് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങെത്തും ഒരേ നിമിഷം കൊണ്ട്. എല്ലാം ഉണ്ട്, എല്ലാവരും, പോലീസും ആംബുലൻസും ഫയർ എഞ്ചിനും എല്ലാം ഉണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ കണ്ടത് കഴിഞ്ഞ നിമിഷം തന്നോട് യാത്ര പറഞ്ഞിറങ്ങിയ ക്യാബറ നർത്തകിയാണ്. ഒരു ആക്സിഡന്റ് മാറ്റപ്പെട്ടു. ഈ രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ മരണത്തിന് മുമ്പ് രക്ഷിക്കപ്പെടാൻ ദൈവം തരുന്ന അവസാനമായിരിക്കും. ദൈവകൽപ്പന ദൈവം തരുന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം. പാപവഴികളോട് ഇവിടെ പറയാൻ, ദുഷ്ടതയോട് ഇവിടെ പറയാൻ, വിശുദ്ധ ജീവൻ ചെയ്യുവാൻ ദൈവം തരുന്ന ലാസ്റ്റ് ചാൻസ് ഇതായിരിക്കാം. എല്ലാ കണ്ണും അടച്ചാണ്ട് രാത്രി കഴിയുവാറായി. പകലേറ്റവും അടുത്തിരിക്കുന്നു. രക്ഷ ഇപ്പോൾ നാം വിശ്വസ സമയത്തേക്കാൾ വളരെ അടുത്തിരിക്കുന്നു. യേശു വരാറായി. ഇന്ന് രാത്രി എല്ലാ കണ്ണും അടച്ചാണ്ട് യേശുവെ നിന്ന് വിളിച്ചാട്ട്, യേശുവെന്ന് വിളിച്ചാട്ട്, യേശുവേ എല്ലാ കണ്ണും അടച്ചാട്ട്, യേശുവേ എന്നെ വിടുവിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ കൈവിടപ്പെട്ടു പോകല്ലേ, നിന്റെ വരവ് എനിക്ക് എടുക്കപ്പെടണം, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ആരും വിടുമിട്ട് പോകല്ലേ.